മന്ത്രി ശശീന്ദ്രൻ തന്റെ സഹപ്രവർത്തകനായ മന്ത്രി റോഷിക്കെതിരെ നടത്തിയ പ്രസ്താവന തീരെ പക്വതയില്ലാതായിപ്പോയി. ക്യാബിനറ്റിൽ ചർച്ചയ്ക്ക് വന്ന കരട് ബില്ലിനെ പറ്റി മന്ത്രി ക്യാബിനറ്റിൽ എന്ത് അഭിപ്രായം പറഞ്ഞു എന്ന് പൊതുജനത്തിനറിയില്ല. ഏതായാലും കർഷകരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ റോഷി തുറന്നു പറയാതിരിക്കില്ല. വനം മേഖലയിൽ കാലോചിതമായ മാറ്റം വേണ്ടേ എന്ന മന്ത്രിയുടെ ചോദ്യത്തിന് വേണമെന്ന് തന്നെയാണ് മറുപടി. പക്ഷെ അത് മൃഗരാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള നിയമമാകരുത്, അതേ പറയുന്നുള്ളൂ. എന്റെ മിത്രങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് പണ്ട് സർ വിൽസൺ ചർച്ചിൽ പ്രാർത്ഥിച്ചതുപോലെ ഈ മൃഗങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് ഓരോ കർഷകനും അറിയാവുന്ന ദൈവങ്ങളെ എല്ലാം വിളിച്ച് വിലപിച്ചുകൊണ്ടിരിക്കുക. കേരളത്തെ മൃഗരാജ്യമായി പ്രഖ്യാപിക്കുവാൻ മന്ത്രിയും കൂട്ടരും ആരിൽ നിന്നാണ് ഈ അച്ചാരം വാങ്ങിക്കുന്നത് എന്ന് വ്യക്തമാക്കണം. ആരാണ് നിങ്ങൾക്ക് അച്ചാരം തന്നിരിക്കുന്നത്? മന്ത്രി പറഞ്ഞതുപോലെ വനനിയമത്തിൽ കാലോചിതമായ മാറ്റം ആവശ്യമാണ്. പക്ഷേ അത് മൃഗങ്ങൾക്ക് അനുകൂലമായിട്ടല്ല, മറിച്ച് കർഷകർക്ക് അനുകൂലമായ മാറ്റമാണ് ആവശ്യം. കാർഷിക ഇടങ്ങളിൽ അതിക്രമിച്ച് കയറുന്ന മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം കർഷകർക്ക് നൽകുന്ന നിയമമാണ് ഇന്ന് കേരളത്തിൽ ആവശ്യം. അല്ലെങ്കിൽ ഈ കർഷകരിൽ നിന്നും നികുതി പിരിക്കുന്ന സർക്കാർ അവരെ വനത്തിനുള്ളിൽ തളച്ചിടുവാനുള്ള മാർഗം ആലോചിക്കണം. അവരെ കൃഷിയിടങ്ങളിലേക്ക് ഇറക്കി വിടരുത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുവാനും ഇതേ കർഷകൻ തരുന്ന നികുതി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് വനവിസ്തൃതി കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. അത് ഈ നാട്ടിലെ ജനവും കർഷകരും സഹകരിച്ച് നേടി എടുത്തത് തന്നെയാണ്. ചില വിദേശ ഏജൻസികളുടെ കറുത്ത പണത്തെ ലക്ഷ്യമാക്കി ചില ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുമ്പോൾ അതിന് അനുകൂലമായ നിലയിൽ മന്ത്രി തീരുമാനമെടുക്കുന്നത് ശരിയല്ല. കൂട്ടുകക്ഷി ഭരണത്തിൽ എല്ലാ കക്ഷികളുടെയും അഭിപ്രായവും തീരുമാനവും അറിഞ്ഞതിനു ശേഷം മാത്രമാണ് മന്ത്രിസഭയുടെ തീരുമാനം വരാവൂ. വനമന്ത്രിക്ക് തൻ പ്രമാണിത്വം കാണിക്കാനുള്ള സ്ഥലമല്ല ഈ ക്യാബിനറ്റ് അല്ലെങ്കിൽ മന്ത്രിസഭ. കൂടെയുള്ളവരെ വിശ്വാസത്തിലെടുത്ത് അവരെ കൂടി ബോധ്യപ്പെടുത്താൻ പറ്റാത്ത ഒരു നിയമവും ഇവിടെ പാസ്സാക്കിയിട്ട് കാര്യമില്ല. റോഷിയെയും പാർട്ടിയെയും രണ്ട് തട്ടിൽ നിർത്തി അപമാനിച്ച് പുറത്താക്കിയാൽ നിങ്ങളുടെ ഗൂഢലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാൻ പറ്റുമെന്ന് ആരാണ് നിങ്ങളെ ഉപദേശിച്ചത്? ഓസ്ട്രേലിയയുടെ ദേശീയ മൃഗമാണ് കങ്കാരു. അതിന് അവർ വേണ്ടത്ര സംരക്ഷണം നൽകുന്നുണ്ട്. എന്നാൽ അവരുടെ കണക്കിന് അതീതമായി അത് പെറ്റുപെരുകിയാൽ നിശ്ചിത എണ്ണത്തെ കൊന്ന് ഇറച്ചിയായി മാർക്കറ്റിൽ വിൽക്കും. അതിന് ടാക്സും മേടിക്കും. കാട്ടുപന്നി ഒന്നും സംസ്ഥാനത്തിന്റെ ദേശീയ മൃഗമല്ല. ശശീന്ദ്രനെ പോലെയുള്ളവർ കാട്ടുപന്നിയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ആ പന്നിക്ക് വേണ്ടി കൃഷിക്കാരന്റെ മുതുകത്ത് കയറാൻ നോക്കരുത്. ശശീന്ദ്രന് ജനോപകാരപ്രദമായ രീതിയിൽ വനം വകുപ്പ് ഭരിക്കാനാണ് ജനം ഏൽപ്പിച്ചിരിക്കുന്നത്, പ്രത്യേകിച്ച് പിണറായി സർക്കാർ ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്. അല്ലാതെ മൃഗോപകാരപ്രദമായ രീതിയിൽ കർഷകരെ ദ്രോഹിക്കാനല്ല. മൃഗങ്ങൾ വനാതിർത്തി ലംഘിച്ച് കൃഷിഭൂമിയിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാർ ജനങ്ങളിലെ അതായത് ജനങ്ങളുടെ നികുതിയിൽ നിന്ന് ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥന്മാരും വനം വകുപ്പ് മന്ത്രിയുമാണ്. വേറെ ആരാ അതിന് കുറ്റക്കാർ? കർഷകരാണോ? വിദേശികളിൽ നിന്ന് പണം വാങ്ങി സാമൂഹ്യ വനവൽക്കരണ പദ്ധതി എന്ന് പറഞ്ഞ് വനത്തിൽ ഒരു ഉപകാരവുമില്ലാത്ത വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിച്ച് ജലസ്രോതസ്സുകൾ വരെ അടച്ചു കളഞ്ഞ മുൻകാല വനമന്ത്രിമാരെയും മുൻകാല വന ഉദ്യോഗസ്ഥന്മാരെയും ചാട്ടവാർ കൊണ്ടടിക്കണം. ജനപിന്തുണ കൊണ്ട് ശശീന്ദ്രൻ റോഷിയേക്കാൾ ഒരു പണത്തൂക്കം പിറകിൽ തന്നെയാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ മാത്രം ബലത്തിൽ ഏലത്തൂരിൽ ജയിക്കുന്നുവെന്നേ ഉള്ളൂ. കൂടെയുള്ള മന്ത്രിയെ താറടിച്ചു കഴിഞ്ഞാൽ ഇനിയും വനമഹോത്സവവും മൃഗമഹോത്സവവും ഒക്കെ നടത്താമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. പോഷതരമാണ്. ശശീന്ദ്രൻ കർഷകരെ എണ്ണ തേച്ച് വെയിലത്ത് നിർത്തി മൃഗങ്ങൾക്ക് തീറ്റയായി കൊടുക്കാതെ തോമസ് കെ തോമസുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് കുറച്ച് നാളെങ്കിലും ആ പാവത്തിനും ആ മന്ത്രി കസേരയിൽ ഇരിക്കാൻ ഒരു അവസരം കൊടുക്കുക. ആകെ ചൊറിയും കുത്തി ഇരിക്കാൻ രണ്ടുപേരേ ഉള്ളൂ. അടുത്ത തെരഞ്ഞെടുപ്പിൽ അതും കാണില്ല. കർഷകന് വേണ്ടി വന നിയമത്തിനെതിരെ പ്രതികരിച്ചാൽ അവരെ പിന്തിരിപ്പന്മാരായി ചിത്രീകരിക്കുകയും മുന്നണി വിട്ട് പുറത്തു പോകാനുള്ള തന്ത്രമാണെന്നൊക്കെ ആക്ഷേപിക്കുകയും ചെയ്താൽ കേരള കോൺഗ്രസ് ഈ പണി നിർത്തുമെന്നാണോ നിങ്ങളുടെ ചിന്ത? അങ്ങനെയാണെങ്കിൽ അത് നാലായി മടക്കി കുണ്ടിക്ക് പുറകിൽ തന്നെ തിരികെ വെക്കുന്നതാണ് നല്ലത്. പഴയ പൂച്ചക്കുട്ടിയൊക്കെ ഓർമ്മയുണ്ടല്ലോ, കാണാതിരിക്കില്ല. മന്ത്രിപണി കഴിഞ്ഞ അടുത്ത വർഷം ആ കേസിന്റെ പുറകെ പോകാം. പോയേ പറ്റൂ. കേസ് ഇതുവരെ തീർന്നിട്ടില്ലല്ലോ.